10ാം തരം കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ, അതായത് അവസാനത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ് സുബോധ് ജവഡേക്കറുടെ നരബലി എന്ന കഥ. മറാഠി ഭാഷയിൽ എഴുതുന്ന ഇദ്ദേഹത്തിൻ്റെ രചനകൾ ശാസ്ത്രവുമായി അടുത്തു നിൽക്കുന്നു. ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് അധ്യാപകനും വിവർത്തന സാഹിത്യകാരനുമായ കാളിയത്ത് ദാമോദരനാണ്. നരബലി എന്ന പാഠത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരവും ഇന്ന് പരിചയപ്പെടുകയാണ്. ഉത്തരം നന്നായി എഴുതുന്നതിന് മുമ്പ് കഥ ശ്രദ്ധയോടുകൂടി വായിക്കുന്നത് നന്നായിരിക്കും. ഈ കഥ ഞാൻ ഈ ചാനലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ബഹിരാകാശ പേടകത്തിൽ സഞ്ചരിക്കുന്ന നരേശും കമ്പ്യൂട്ടറും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തൽ കഥയിൽ നമുക്ക് ദർശിക്കാം. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും പരിചയപ്പെടാം. 1ാമത്തെ ചോദ്യം: നിന്റെ പേര് നരേശ് എന്നല്ലേ? നരേശ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്തു, സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അന്വർത്ഥമാവാൻ പോകുന്നു. നരേശിനോട് കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേശ് കുറ്റക്കാരനാണോ? ചർച്ച ചെയ്യുക. മനുഷ്യനും മനുഷ്യേതര കഥാപാത്രങ്ങളും കടന്നു വരുന്ന ധാരാളം കഥകൾ നാം വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ നരേശ് എന്ന ബഹിരാകാശ യാത്രികനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ആത്മബന്ധം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നു. സൂര്യൻ്റെ തൊട്ടടുത്തേക്ക് എത്തിപ്പെടുന്നതിനിടയിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് കമ്പ്യൂട്ടർ പറയുന്നു. തെറ്റുപറ്റിയിട്ടില്ലെന്നും സൂര്യൻ്റെ അടുത്ത് ചെന്ന് വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന പേടകം 2 കഷ്ണങ്ങളാകുമെന്നും അതിലെ ചെറിയ കഷ്ണത്തിലുള്ള എന്നെ രക്ഷിക്കാൻ ഭൂമിയിൽ നിന്ന് മറ്റൊരു പേടകം വരുമെന്നും നരേശ് കമ്പ്യൂട്ടറിനോട് പറയുന്നു. ഈ സമയത്താണ് കമ്പ്യൂട്ടർ ഇപ്രകാരം പറയുന്നത്: നരേശ് എന്നാൽ രാജാവ്. നരേശ് എന്നാൽ രാജാവാണെന്നും നീ എന്നെ ബലി കൊടുത്ത് രക്ഷപ്പെടുമെന്നും അതുവഴി നിന്റെ പേര് അന്വർത്ഥമാവുകയും ചെയ്യും. സത്യത്തിൽ ഇവിടെ നരേശ് കുറ്റക്കാരനല്ല. കാരണം കണ്ടെത്തലുകളുടെ മുന്നേറ്റത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ജീവനില്ലാത്ത കമ്പ്യൂട്ടറിനെ ജീവനോളം സ്നേഹിച്ച നരേശിന് പുതിയ ലോകത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തേ മതിയാവും. 2ാമത്തെ ചോദ്യം: പരിവർത്തനത്തിൻ്റെ ഞാണൊലി മാത്രം കേൾക്കാം അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ. പ്രയാണത്തിലെ വരികളാണ്. മുമ്പൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഉത്തരവ് കൊടുക്കണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോഴാകട്ടെ മനുഷ്യൻ കൊടുക്കുന്ന കൽപ്പനകൾ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നരബലിയിലെ വാക്കുകളാണ്. ബാഹ്യലോകവുമായി തലച്ചോറ് സംവദിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ സംവേദനങ്ങളാൽ ആണല്ലോ. നിർമ്മിത ബുദ്ധി കാഴ്ച, കേൾവി, സ്വാദ്, മണം ഇവയൊക്കെ പിടിച്ചെടുത്ത് കമ്പ്യൂട്ടറിന് വിവരങ്ങൾ കൈമാറുന്ന തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയും ബോധജ്ഞാനവും എന്ന കൃതിയിലെ വാക്യമാണിത്. ശാസ്ത്രത്തിൻ്റെ സ്വഭാവം, അത് കൈവരിച്ച മുന്നേറ്റം എന്നിവയെ സംബന്ധിച്ച് സൂചനകളല്ലേ മുകളിൽ ഉദ്ധരണികളിലുള്ളത്. സൂചനകൾ വിശകലനം ചെയ്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. മനുഷ്യജീവിതം കൂടുതൽ ആയാസരഹിതവും ഉല്ലാസപൂർണവുമാക്കാൻ ശാസ്ത്ര പുരോഗതി സഹായിച്ചിട്ടുണ്ട്. നൂതന ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉണ്ടായ മാറ്റം നമ്മുടെ ജീവിതത്തെയാകെ മാറ്റിമറിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI, റോബോട്ടിക്സ്, ടെലിമെഡിസിൻ തുടങ്ങി നിരവധി മേഖലകളിൽ അത്ഭുതാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, വ്യവസായം, കാർഷികം തുടങ്ങിയ മേഖലകൾക്ക് വലിയ മാറ്റങ്ങളുണ്ടായി. ശാസ്ത്രം മാനവ പുരോഗതിയുടെ ആധാരമാണ്. മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യ വൻതോതിൽ ഉപയോഗപ്പെടുത്താൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. സാങ്കേതിക വിദ്യ എന്നത് മനുഷ്യൻ്റെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ആശയവിനിമയം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും ഉൾപ്പെടെ നിരവധി മേഖലകളിൽ പുതിയ സാധ്യതകൾ തുറക്കുക, സഹകരണം വർദ്ധിപ്പിക്കുക. ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടെലിഹെൽത്ത് വഴി വീട്ടിലിരുന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഇന്ന് ലഭ്യമാണ്. മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ഡാറ്റ വിശകലനം വഴി പുതിയ കണ്ടെത്തലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക കൃഷിരീതികളിലൂടെ വിളവെടുപ്പ് വർദ്ധിപ്പിക്കാനും ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും കഴിയുന്നു. ജലസേചനം, വിളവെടുപ്പ് എന്നിവ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഗതാഗതം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ കാര്യക്ഷമത വർദ്ധിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞത് വളരെ വലിയ നേട്ടമാണ്. കൃത്രിമ ബുദ്ധിയും മെഷീൻ ലേണിംഗും വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പഠനങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. 5G, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതായത് IoT, ബ്ലോക്ക് ചെയിൻ എന്നിവ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ചുരുക്കത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾ മനുഷ്യജീവിതത്തെ പുരോഗതിയിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നതിൽ സംശയമില്ല. 3ാമത്തെ ചോദ്യം:
എനിക്കെന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ? എൻ്റെ കാലുകളിൽ ചങ്ങലയിട്ട് എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്? കഥയിൽ കമ്പ്യൂട്ടറിനെ മാനുഷിക ഭാവത്തിലാണോ ചിത്രീകരിച്ചിരിക്കുന്നത്? കഥാസന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നരബലി എന്ന കഥയിലെ കമ്പ്യൂട്ടർ കേവലം ഒരു യന്ത്രത്തിനപ്പുറം മനുഷ്യഭാവം പ്രകടിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. നരേശും കമ്പ്യൂട്ടറും തമ്മിൽ നടത്തുന്ന സംഭാഷണം ആത്മബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. ഭൂമിയിൽ നിന്ന് 14 കോടി കിലോമീറ്റർ അകലെ ബഹിരാകാശ പേടകത്തിൽ സഞ്ചരിക്കുന്ന നരേശിൻ്റെ സഹപ്രവർത്തകനായി കമ്പ്യൂട്ടർ മാറുന്നു. മനുഷ്യൻ്റെ സമാന ചിന്തയോടെ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ഒരു മനുഷ്യ കഥാപാത്രമായി തന്നെയാണ് വായനക്കാർക്ക് അനുഭവപ്പെടുന്നത്. ബഹിരാകാശ പേടകം സൂര്യനടുത്തേക്ക് സഞ്ചരിക്കുന്ന സമയം സംഭവിക്കാൻ പോകുന്ന അവസ്ഥ കമ്പ്യൂട്ടർ നരേശിനെ ബോധ്യപ്പെടുത്തുന്നു. പേടകം സൂര്യനടുത്തെത്തിയാൽ അത് കത്തി ഭസ്മമാകും. പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കമ്പ്യൂട്ടറിൻ്റെ വാക്കുകൾ കേട്ട് നരേശ് അങ്ങനെ സംഭവിക്കില്ലെന്നും എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതെന്നും വ്യക്തമാക്കുന്നു. പേടകത്തിൻ്റെ ഒരു ഭാഗം സൂര്യനിൽ കത്തി അമരുമ്പോൾ കമ്പ്യൂട്ടറും അതോടൊപ്പം ലയിച്ചില്ലാതാകും. തന്നെ ഭൂമിയിൽ നിന്നെത്തുന്ന പേടകം രക്ഷപ്പെടുത്തും. നരേശിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഇവിടെ ബലി കൊടുക്കുകയാണ് എന്ന് കമ്പ്യൂട്ടർ തിരിച്ചറിയുന്നു. നരേശ് എന്നാൽ രാജാവാണെന്നും പണ്ട് രാജാക്കന്മാരുടെ കാലത്തെപ്പോലെ തന്നെയും ബലി കൊടുക്കുകയാണെന്നും കമ്പ്യൂട്ടർ വ്യക്തമാക്കുന്നു. അങ്ങനെ നീ നിന്റെ പേര് ഇവിടെ അന്വർത്ഥമാക്കുന്നു. ശരിയാണ്, മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം. ഇവിടെ മനുഷ്യനാണ് മുൻഗണന. അതുതന്നെയാണ് നീ എൻ്റെ മനസ്സിൽ സ്ഥിരമായി കയറ്റി വച്ച തത്വം. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ചിത്രം വായനക്കാർക്ക് മറക്കാനാവില്ല. നരേശും കമ്പ്യൂട്ടറും തമ്മിൽ നടത്തുന്ന സംഭാഷണവും അതിൻ്റെ ആഖ്യാന രീതിയും വൈകാരികത നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് നരേശിനൊപ്പം മനുഷ്യ കഥാപാത്രമായി കമ്പ്യൂട്ടർ മാറുന്നത്. 4-ാമത്തെ ചോദ്യം. പഴയകാലത്ത്, അതായത് രാജാക്കന്മാരും റാണിമാരുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. പാഠസന്ദർഭവും വാർത്തകളും ശ്രദ്ധിച്ചല്ലോ. ഇവിടെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളർച്ച നേടിയ ഇക്കാലത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. സമകാലികാവസ്ഥകൾ യുക്തിസഹമായി വിശകലനം ചെയ്ത് അന്ധവിശ്വാസവും സമകാലിക സമൂഹവും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. മുഖപ്രസംഗം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വിഷയം അന്ധവിശ്വാസവും സമകാലിക സമൂഹവും എന്നതാണ്. വിശ്വാസവും വിശ്വസ്തതയും ജീവിതയാത്രയിൽ വഴിവിളക്കാണ്. എന്നാൽ കണ്ണടച്ചെന്തും വിശ്വസിക്കുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ മഹത്തായ വെളിച്ചം നഷ്ടപ്പെടും. സമകാലിക ജീവിതം മനസ്സിലാക്കുമ്പോൾ അന്ധവിശ്വാസവും അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അന്ധവിശ്വാസങ്ങളും വികലമായ ആചാരങ്ങളും മനുഷ്യരാശിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും തടസ്സം നിന്നിട്ടുണ്ട് എന്ന സത്യം ഇവിടെ നിലനിൽക്കുന്നു. മതം, ദൈവം, കുടുംബം, സമൂഹം എന്നിവയുടെ ഘടനയിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. മന്ത്രം കൊണ്ട് രോഗം മാറുമെന്ന് ചിന്തിക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭാവി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരും സാമ്പത്തിക അഭിവൃദ്ധിക്കായി തിടുക്കം കാണിക്കുന്നവരും ഭൂതപ്രേതാദികൾ മാറ്റാനായി പൂജകൾ ചെയ്യുന്നവരും ഈ കാലത്തും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ശാസ്ത്രലോകത്തിന് നാണക്കേടാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ പുരോഗതി മനുഷ്യൻ്റെ ബുദ്ധിയിലും യുക്തി കൗശലത്തിലും വിഭവശേഷിയിലും അധിഷ്ഠിതമാണ്. ശാസ്ത്രം പഠിക്കുന്നതിലല്ല കാര്യം, ശാസ്ത്രാവബോധം രൂപപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. സത്യത്തിൽ അണുബോംബ് ഒരു ജനതയെ സംഹരിക്കുമെങ്കിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ആ ജനതയുടെ ആകെയുള്ള സാംസ്കാരിക പൈതൃകത്തെ വേരോടെ നശിപ്പിക്കും. ശിലായുഗത്തിൽ നിന്നും ശാസ്ത്രയുഗത്തിലേക്കുള്ള മാനവരാശിയുടെ വളർച്ച സാധ്യമായത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്ത് തോൽപ്പിച്ചതുകൊണ്ടാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുവെങ്കിൽ അതിനർത്ഥം നാം ഇപ്പോഴും കാലത്തിനനുസരിച്ച് മാറിയിട്ടില്ല എന്നു തന്നെയാണ്. പരിമിതികളെ തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയ ബോധത്തോടെ ജീവിച്ചാൽ നമുക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരാനും സംസ്കരിക്കപ്പെട്ട ഒരു ജനതയെന്ന് അഭിമാനിക്കുവാനും കഴിയും. 5-ാമത്തെ ചോദ്യം. അന്ന് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്ന് സ്റ്റീഫൻ്റെ സംഭാഷണശേഷി തീരെ നഷ്ടപ്പെട്ടു. തൊണ്ടയിലായിരുന്നു ശസ്ത്രക്രിയ. സംഭാഷണശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട സ്റ്റീഫന് മുന്നിലേക്ക് സ്ഫടികത്തിലുള്ള ഒരു പലകയുമായാണ് ജെയിൻ എത്തുന്നത്. അതിൽ എ മുതൽ ഇസഡ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെയിൻ ഓരോ അക്ഷരവും വായിക്കും. സ്റ്റീഫൻ കണ്ണുകൊണ്ട് ഏതാണ് അക്ഷരമെന്ന് സൂചിപ്പിക്കും. ഇങ്ങനെ പലവട്ടം ആവർത്തിച്ച് വാക്കുകളും വാക്യങ്ങളും തയ്യാറാക്കും.
ഈ രീതി കൊണ്ട് ചെറിയ ആവശ്യങ്ങൾ അറിയിക്കാമെന്നല്ലാതെ പ്രബന്ധരചനയൊന്നും സാധ്യമാവില്ല. ഈ അവസരത്തിലാണ് വാൾട്ട് വോൾട്ടോസ് എന്ന കമ്പ്യൂട്ടർ വിദഗ്ധൻ താൻ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ സ്റ്റീഫന് അയച്ചു കൊടുക്കുന്നത്. ഇൻ്റൽ കമ്പനി തയ്യാറാക്കിയ കമ്പ്യൂട്ടറും ഈ പ്രോഗ്രാമും സ്പീച്ച് പ്ലസ് എന്നൊരു കമ്പനിയുടെ സിന്തസൈസറും ചേർന്ന് സ്റ്റീഫന് കൃത്രിമ സംസാരശേഷി നൽകി. 1 മിനിറ്റിൽ 3 വാക്കുകളാണ് പറയാൻ കഴിയുക. കെ രമയുടെ ലേഖനത്തിലുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വാക്കുകളാണിത്. ശാരീരിക വെല്ലുവിളികളെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മറികടന്ന അപൂർവ പ്രതിഭയാണ് സ്റ്റീഫൻ ഹോക്കിങ്. ആശയവിനിമയ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ കൈവരിച്ച വളർച്ച കൂടി പരിഗണിച്ച് വെല്ലുവിളികളെ അതിജീവിക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന വിഷയത്തിൽ ഡിജിറ്റൽ ഫീച്ചർ തയ്യാറാക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ ഇവിടെ ചുരുക്കി പറയുകയാണ്. നിങ്ങളുടെ ആശയം കൂടി കൂട്ടിച്ചേർത്ത് മെച്ചപ്പെടുത്തി എഴുതേണ്ടതാണ്. സാമൂഹിക ജീവിയായ മനുഷ്യന് വെല്ലുവിളികളെ നേരിടാൻ കഴിഞ്ഞത് അവൻ്റെ ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെ ഫലമാണ്. ഇൻഫർമേഷൻ എന്ന വാക്ക് തന്നെ വിവരശേഖരണത്തെ സൂചിപ്പിക്കുന്നു. അതിനുള്ള സാങ്കേതിക വിദ്യയും കൂടിയാകുമ്പോൾ നമ്മുടെ സയൻസും ടെക്നോളജിയും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. ഇൻ്റർനെറ്റ് സംവിധാനം വിവരസാങ്കേതിക വിദ്യയുടെ മഹാവിജയമാണ്. വൈജ്ഞാനിക രംഗത്തും സാമൂഹിക ജീവിത രംഗത്തും ഇതുവഴി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, പരിസ്ഥിതി, കാർഷിക മേഖല, രാജ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ വന്ന മാറ്റങ്ങൾ വിശദീകരിച്ചെഴുതി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണ്ണമാക്കാൻ ശ്രമിക്കണം. മറ്റൊരു ചോദ്യം: മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം. മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യട്ടെ. മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യാം. ചെയ്യുക എന്ന ക്രിയയുടെ വിവിധ രൂപങ്ങളാണല്ലോ മുകളിലെ വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മറ്റ് ക്രിയാപദങ്ങൾ കണ്ടെത്തി അവയുടെ പ്രത്യേകതയനുസരിച്ച് പട്ടികപ്പെടുത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. വ്യാകരണ സംബന്ധമായൊരു ചോദ്യമാണിത്. ക്രിയയുടെ വിവിധ രീതികളാണ് ചെയ്യണം, ചെയ്യട്ടെ, ചെയ്യാം എന്നത്. ഇവിടെ പ്രകാരം എന്താണെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ധാതുവിൻ്റെ അർത്ഥം ഏതെല്ലാം വിധത്തിലാണെന്ന് വെളിപ്പെടുത്തുന്ന രീതിക്ക് പ്രകാരം എന്ന് പറയുന്നു. ധാതു എന്നാൽ ക്രിയയുടെ മൂലരൂപമായ ശബ്ദമാണ്. ഉദാഹരണത്തിന് പോ, ഉന്നു, പോകുന്നു. പ്രകാരം 5 വിധമുണ്ട്. നിർദ്ദേശക പ്രകാരം ധാതുവിൻ്റെ അർത്ഥം മാത്രം ദ്യോതിപ്പിക്കുന്നത്, അതായത് ക്രിയയുടെ കാലങ്ങൾ സൂചിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിന് പ്രത്യയമില്ല. ഉദാഹരണം കുളിക്കുന്നു, കുളിച്ചു, കുളിക്കും. നിയോജക പ്രകാരം ധാതുവിൻ്റെ അർത്ഥത്തിൽ ആജ്ഞ അല്ലെങ്കിൽ നിയോഗം കലർന്നു വരുന്നത്. ആജ്ഞ, അനുവാദം, ആശംസ തുടങ്ങിയവ നിയോജക പ്രകാരത്തിൻ്റെ സവിശേഷതകളാണ്. ഇതിൻ്റെ പ്രത്യയം അട്ടെ, ആലും, ഇൻ, ഉക, ഊ, ഊ എന്നിവയാണ്. ഉദാഹരണം പോകട്ടെ, അനുഗ്രഹിച്ചാലും, പോകുവിൻ. വിധായക പ്രകാരം ധാതുവിൻ്റെ അർത്ഥത്തിൽ ശീലം, വിധി, ഉപദേശം തുടങ്ങിയ അർത്ഥവിശേഷം കലർന്നു വരുന്നത്. ഇതിൻ്റെ പ്രത്യയം അണം ആണ്. ഉദാഹരണം നടക്കണം, പഠിക്കണം, കളിക്കണം. അനുജ്ഞായക പ്രകാരം ധാതുവിൻ്റെ അർത്ഥത്തിൽ അനുവാദം കലർന്നു വരുന്നതാണ് അനുജ്ഞായക പ്രകാരം. പ്രത്യയം ആം. ഉദാഹരണം നടക്കാം, കളിക്കാം, പോകാം. ആശംസക പ്രകാരം ധാതുവിൻ്റെ അർത്ഥത്തിൽ ആശംസ, പ്രാർത്ഥന ഇവ കലർന്നു വരുന്നത്. പ്രത്യയം എ. ഉദാഹരണം അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ.